കേരളത്തിലെ ചില മൊണ്ണ രക്ഷിതാക്കളോട് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, നിങ്ങളിൽ പലരുടെ മക്കൾ കർണാടകയിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ, മംഗലാപുരത്ത് പെൺവാണിഭ സംഘങ്ങളുടെ പിടിയിലാണ്. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് താക്കീത് തന്നു, ഓരോ സ്ഥാപനത്തിലും പഠിക്കാൻ പോകുമ്പോൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ബാംഗ്ലൂര്, മംഗലാപുരത്ത്. നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങൾക്ക് ഈ കേരളത്തിൽ അറിയാമല്ലാഞ്ഞിട്ടല്ലോ. നിങ്ങളുടെ പലരില് ഈ മൊണ്ണ രക്ഷിതാക്കള്, ഈ ഏജന്റുമാര് പറഞ്ഞ വിഷയം നേരെ ചാടി ആ കോളേജ് നല്ലതാണ്, ഈ കോളേജ് നല്ലതാണെന്ന് പറഞ്ഞ് നേരെ ചാടി അഡ്മിഷൻ എടുത്തിട്ട് അവസാനം പെട്ടുന്ന പാട്. ഇന്നലെ വന്ന അബ്ദുൽ ഹക്കീം എന്റെ കാസറ്റ് എന്ന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഒന്ന് കണ്ടോ? വിദ്യാഭ്യാസ കച്ചടവും സെക്ഷൽ എക്സ്പ്ലോറ്റേഷനും ഒന്നിച്ച് ചെയ്യുന്ന RR കോളേജ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പ്. ഇവിടെ വന്ന് പെട്ട അവസ്ഥ, എന്തേലും ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്കല്ല. എന്റെ സ്ഥാനത്ത് വേറെ വല്ല പെൺകുട്ടികളായിരുന്നെങ്കിൽ എന്നെ സൂചിത ഭീഷണിപ്പെടുത്തിയും പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചും കിരൺ റെഡ്ഡിയുടെ ചതിയിൽ പെൺകുട്ടികളെ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ സ്വയം പോകുന്ന പെൺകുട്ടികളുണ്ട്, നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന പെൺകുട്ടികളുണ്ട്. സാമ്പത്തികമായി പിന്നോട്ടുള്ള പെൺകുട്ടികളെയാണ് ഇവർ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്നത്, ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ. PKM എഡ്യൂക്കേഷൻ സെക്രട്ടറിയും അതിന്റെ കീഴിലുള്ള RR കോളേജിന്റെ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത് ഈ കിരൺ റെഡ്ഡിയാണ്. ഇതിൽ ആര് ശരി തെറ്റെന്ന് വിലയിരുത്തുന്നതിനേക്കാൾ മുന്നേ അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എത്രത്തോളം ശ്രദ്ധ ഇടേണ്ടതാണ് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ധന്വന്തരി കോളേജ്, ഈ 4 കോളേജുകളിലായിട്ട് നടന്ന സൂയിസൈഡുകളുടെ എണ്ണം ഒരുപാടാണ്. ആത്മഹത്യ ചെയ്തിട്ടുള്ളത് കൂടുതലും പെൺകുട്ടികളാണ്. എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നുള്ള കാരണം ഇന്നും വ്യക്തമല്ല. ലേഡീസ് ഹോസ്റ്റൽ വാർഡന്റെ സഹായത്തോട് കൂടിയിട്ട് കാറിൽ പെൺകുട്ടികളെ കയറ്റിക്കൊണ്ടു പോകുന്നത് പതിവാണ് അവിടെ, രാത്രി 12 മണിക്ക് ശേഷം. നൈറ്റ് 12 മണിയായി. ഞങ്ങൾ നോക്കിയപ്പോ എന്താ ഹോസ്റ്റലിലെ വാർഡനുണ്ട്, റീത്ത എന്നാണ് പേര്. കുറച്ച് ഗേൾസിനൊക്കെ ഇങ്ങനെ ഇവിടെ കോളേജിന്റെ ഒരു കാർ തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ഈ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ പിള്ളേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറാണ് അത്. ഈ കാറിനകത്ത് 12 മണി ടൈമിൽ ഈ ഗേൾസിനെ എല്ലാം കയറ്റിക്കൊണ്ട് ഈ വാർഡൻ ഇവിടുന്ന് പോകുന്നു. സെക്യൂരിറ്റി ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, സെക്യൂരിറ്റി ഗേറ്റ് ഒക്കെ തുറന്നു വിട്ടു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ റൂമിലുള്ള സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു സംഭവം എന്തുവാണ്. അപ്പം ചേച്ചിമാർ പറഞ്ഞു, ഇന്നപോലൊരു സംഭവമുണ്ട്, ഇതുപോലെ ഇവിടുന്ന് പിള്ളേരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് സ്വയം താല്പര്യം തോന്നി അങ്ങനെ പോകുന്ന കുറെ പിള്ളേരുണ്ട്. അങ്ങനെ ഇതുപോലെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയ കുറെ പിള്ളേർ അവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂട്ടിക്കൊടുപ്പിന് സമ്മതിക്കാത്ത പെൺകുട്ടികളെ മാനസികമായി വല്ലാതെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നും പിന്നീട് അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞ് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും. പിന്നീട് ഭയങ്കരമായ മാനസികാവസ്ഥയിൽ എത്തുന്ന പെൺകുട്ടികൾ ആത്മഹത്യയിലോട്ടാണ് പോകുന്നത്. നല്ലോണം പഠിക്കുന്ന ചേച്ചിയായിരുന്നു. ആ ചേച്ചിനെ ഇതുപോലെ ഇവർ ഫോഴ്സ് ചെയ്ത് ഈ റെഡ്ഡിയുടെ അടുത്ത് കൊണ്ടുപോയി ആ ചേച്ചി പ്രഗ്നന്റ് ആയപ്പോൾ ഈ വാർഡൻ എന്ത് ചെയ്തു, ആ ചേച്ചിന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ആ ചേച്ചി ബോയ് ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയി പ്രഗ്നന്റ് ആയി, എന്തുവാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, മര്യാദക്ക് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ചേച്ചി ആ വിഷമം കൊണ്ട്, നല്ലോണം പഠിക്കുന്നൊരു ചേച്ചിയായിരുന്നു ആ ചേച്ചി. ഞങ്ങളുടെ മെസ്സുണ്ട്, ആ മെസ്സ് 4 നിലയുടെയാണ്. ആ മെസ്സിൻ്റെ മണ്ടയ്ക്കൊന്ന് ആ ചേച്ചി ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു. നഷ്ടപ്പെടുന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവനാണ്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും കേരളത്തിൽ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും. ഇതെല്ലാം നടക്കുന്ന കോളേജുകളുടെ പേരോ RR കോളേജ്, ആചാര്യ കോളേജ്, സപ്തഗിരി കോളേജ്, ധന്വന്തരി കോളേജ്. RR കോളേജിലെ സ്റ്റുഡൻസിനാണ് കൂടുതലായിട്ടും നേരിടേണ്ടി വരുന്നത്. കണ്ടല്ലോ, പല കുപ്രസിദ്ധ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സംഭവം ഇത്. നിങ്ങളുടെ മക്കള് പലരും പോയിട്ട് പലർക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതും. അല്ലെങ്കിൽ പണമില്ലാത്തതിന്റെ പേര് മാനേജ്മെന്റ് എന്ന് പറയും, സാറേ ഇച്ചിരി അവധി വേണോ. തൊലിവെളുപ്പുള്ള പെമ്പിളാരെ കണ്ടു കഴിയുമ്പോൾ ഇവന്മാർ ഏജന്റുമാരും ചെയ്യുന്ന പണിയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും വിവരം വെക്കത്തില്ലേ നിങ്ങൾക്ക് എന്റെ പൊതുജനങ്ങളെ? പെമ്മക്കയുടെ മാനോ അഭിമാനോ ഒക്കെ ഇത്ര ഉള്ളോ? എന്താ ഇത്? നിങ്ങൾ അറിയുന്നില്ല, പെട്ടുപോകുന്നതാണ്. ഈ പെട്ടുപോകരുതെന്നാണ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഉള്ള കുറെ ഏജന്റുമാർ കയറി MK തോമസ് അങ്ങനെയാണ്, അയാൾ തെറി പറയുന്നു, ചീത്ത പറയുന്നു, വായിന്ന് പുഴുക്കൾ മാത്രം. അതൊക്കെ ഞാൻ പറയും. മക്കളുടെ കാര്യത്തിൽ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് ഏജന്റുമാരെ കിട്ടിയാൽ ഞാൻ തെറി പറഞ്ഞിരിക്കും. അത് നിങ്ങളിപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലേലും നിങ്ങൾ ജാഗ്രത പാലിക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു, എന്നിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കണോ? നിങ്ങൾ തീരുമാനിക്കുക. ഈ കാര്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് പറയാത്തതാ. കാരണം എന്റെ ഇരിക്കുന്ന തെളിവുകളും കാര്യങ്ങളും സമൂഹം മുമ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒറ്റ രക്ഷിതാക്കളും സ്വന്തം മക്കളെ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലേലും കർണാടകത്തിൽ പഠിക്കാൻ വിടത്തില്ല. പക്ഷേ നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ വേണം. നമ്മുടെ കേരളത്തിൽ അവസരങ്ങളില്ല. അപ്പൊ നമുക്ക് കർണാടക ആശ്രയിച്ചേ സാധിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുഴുക്കുത്തുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടാക്കണോ വേണ്ടയോ? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ തീരുമാനിക്കണം, ജാഗ്രത പാലിക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയുക. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.